കാർഡ്സ് അറിയാലോ, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ 4 കോളങ്ങൾ കാണാം അല്ലേ? 1, 2, 3, 4. 4 ഓരോ കാർഡുകൾ. ആ കാർഡുകളിൽ 4 വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ്. സാർ ചെയ്യേണ്ടത് ഈ കാർഡ്സ് എല്ലാം എടുത്ത് ആ ചിത്രങ്ങൾ ഓരോന്നും നോക്കുക. നാലും വ്യത്യസ്തങ്ങളാണല്ലോ അല്ലേ? ആണ്. എന്തെങ്കിലും പരിശോധിക്കാൻ ചോദിച്ചോളൂ. കാട്ടിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 4 തന്നെയല്ലേ ഉള്ളൂ. ക്ലിയർ ആണ് അല്ലേ? വളരെ ക്ലിയർ ആണ്. 4 പിക്ചറുകൾ, 4 വ്യത്യസ്തങ്ങളായ പിക്ചർ. ഇനി അത് കമ്മിറ്റി പിടിക്കും, ഷഫിൾ ചെയ്തു. ഏതാണ് എന്നുള്ളത് അറിയാത്ത തരത്തിൽ ഷഫിൾ ചെയ്ത് ക്ലിയർ ആണ് അല്ലേ? ഇനി അതുപോലെ തന്നെ കമ്മിറ്റി ഇതിനകത്തേക്ക് വയ്ക്കാം. ഏത് എവിടെ ഇരിക്കണമെന്നുള്ളത് അറിയാം. നാല് കാർഡ്സും വീണ്ടും പഴയപടി തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെ കാർഡാണ് ഏതൊക്കെ നമ്പറിലാണ് ഇരിക്കുന്നത് എന്നുള്ളവർ എനിക്കും അറിയില്ല, എന്നെ കാണുന്ന ആളുകൾക്കും അറിയില്ല, സാറിനും അറിയില്ല. ഇനിയാണ് മാജിക് നടക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഒന്നുമില്ല അല്ലേ? ഒന്ന് പരിശോധിച്ചു. ഞാൻ ഇന്നലെ രാവിലെ ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ബാഗിൽ കിട്ടിയ ഒരു പ്രൊഡിക്ഷൻ ഞാനിവിടെ മറുവശത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഞാൻ തൽക്കാലം ഞാൻ ഇതിലേക്കൊന്ന് ഇതെന്താണെന്നുള്ളത് നമുക്ക് അവസാനം അപ്പൊ നമ്മള് ആരെങ്കിലും ലേഡീസ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നല്ലത്, വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. നിനീത എവിടെയാണ് സ്ഥലം? കണ്ണൂർ തലശ്ശേരി. ഏത് കോഴ്സ് പഠിക്കുന്ന? BCA സൈബർ സെക്യൂരിറ്റി. ബാച്ച് 6 IBM ബാച്ച്. റയാൻ സാറിൻ്റെ ഒരു ബാച്ച്. അപ്പോൾ ആദർശ് ബാച്ച് 10. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതൊരു 50% മാത്രം ചാൻസ് ഉള്ള വിജയസാധ്യതയുള്ള ഒരു മാജിക്കാണ്. അപ്പൊ അതുകൊണ്ട് സഹകരിക്കുക. ഞാന് ഇംഗ്ലീഷ് വായിക്കാൻ ഉള്ള കഴിവ് ഒന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കുക. റെഡിയാണ്? കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ചിലപ്പോൾ 1-2 പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ചിലർക്ക് വായിക്കാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാര്യമാക്കണ്ട. അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ? നടത്തോളൂ. ഒന്ന് ദീർഘമായിട്ട് ശ്വാസം വലിച്ചോളൂ. ഒന്നുള്ളൂ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫ്രീ ആണല്ലോ, റിലാക്സ് ആണല്ലോ, കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും. അപ്പൊ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? എന്താ ഒത്തന്നെ വായിക്കാൻ അതുമല്ലേ? അല്ല, സ്പെല്ലിംഗ് അല്ല, വേർഡ്. ലയോ ചിങ്ലിംഗ് ചി. ഒന്നോളെ
ലയോ ചിറ്റ്ലിംചിയ. ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ല. എന്നാ ഓഡിയൻസിനൊന്ന് കാണിച്ചു കൊടുത്തേ, എന്നാന്ന് അവരൊന്ന്. എന്നാ ഇത്? എന്താണിത്? LAOGKLNJIY. ഒന്നുകൂടി. Excupriosi. Show the audience. Okay. Matinanka. MATNTUNANKA. Okay, thank you. ഞാൻ ഈ കാർഡ്സ് എല്ലാം ഒന്ന് കാണിക്കാം. സാർ ചെയ്യുന്നത് ഞാൻ ഈ കാർഡ്സ് എല്ലാം ഇങ്ങനെ ഒരു ഷെഡിൽ നിന്ന് കാണിക്കുമ്പോൾ അതെല്ലാം വ്യത്യസ്തമായ കാർഡ്സ് ആണോ ഇല്ലയോ എന്നുള്ളതൊന്ന് വിലയിരുത്തുക. അതിനുശേഷം ഏതെങ്കിലും ഒരു കാർഡ്, ഇഷ്ടമുള്ള ഒരു കാർഡ് ഫ്രീ ചേർന്നതായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം മനസ്സിൽ വിചാരിക്കുന്നത് പിന്നീട് മാറിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കാർഡ് വ്യത്യസ്തങ്ങളാണ് അല്ലേ? ആണല്ലോ. ഏതെങ്കിലും ഒരു കാർഡ് ഒന്ന് മനസ്സിൽ വിചാരിക്കണം. അത് മാറ്റരുത് കേട്ടോ. അത് തന്നെ അല്ലേ വേണ്ട. ഒരു കാർഡ് ഇത് ഇപ്പൊ 2 കാർഡ് മനസ്സിലുണ്ട് അല്ലേ? ഫസ്റ്റ് കണ്ട കാർഡ് ഒരു ഡയമണ്ട് 6 ആണ്. ഡയമണ്ട് 7 ആണ്. ഉറപ്പാണ്. രണ്ടാമത് കണ്ടത് ഫ്ലവർ 8. രണ്ടും തെറ്റാണ്. ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. സാറ് രണ്ടും മാറ്റി പറയാണ്. 2 കാർഡ് ഉറപ്പാണ്. അതെ, പക്ഷെ ഇതിനകത്ത് എല്ലാം ഒരേ കാർഡുകളാണ്. ഈ പറഞ്ഞ 2 കാർഡും ഇതിനകത്തില്ല. അറിയിക്കുന്ന എവിടെ പോയെന്നാ അതെനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ ആരെങ്കിലും 2 പേരെ ചൂസ് ചെയ്യാം. സാറേ 2 പേരെ ചൂസ് ചെയ്യും.
നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കേട്ടാണ് റെഡിയാണല്ലോ അല്ലേ? ഈ സൈഡിലോ ഓക്കെ. സാറിന് എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ. ഓക്കെ. ഒന്ന് ചെക്ക് ചെയ്തോളൂ. അടിയിലും എല്ലാ സൈഡിലും വലിച്ചു വേണം. ടൈറ്റാണ്. റോപ്പയിലൊന്ന് വലിച്ചു വേണം. വെട്ടിയാണ്. ഉറപ്പാണ്. ലൈനാണ്. ഒരു അടിയങ്ങ് മാറും. എല്ലാവർക്കും കാണാനുള്ള സുഖത്തിനാണ്. ആ പറ്റും. ചെക്ക് ചെയ്തോളൂ. Okay, thank you. കഴിക്കാൻ ആവശ്യമില്ല.